മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 13-ാമത് വേദഭാഗം. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ചു കേൾക്കപ്പെട്ടത്. സമയത്തിന്റെ കുറവുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ സന്ദേശം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വളരെ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ആയിരിക്കണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുന്നത് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അത് ഏറെ നല്ലതാണ്. ആമേൻ, കർത്താവ് മാനിക്കട്ടെ. യേശു ഇരിക്കുന്നിടത്ത് മാതാപിതാക്കൾ ആമേൻ തങ്ങളുടെ മക്കളെ ഹല്ലേലൂയ ആമേൻ, സ്തോത്രം, കൂട്ടിക്കൊണ്ട് ആമേൻ പ്രാർത്ഥിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ ആമേൻ, ഹല്ലേലൂയ, വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളരെ നന്നായി കാണണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇവിടെ നോക്കണമേ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ, അവിടെ കൂടിയിരിക്കുന്ന ശിഷ്യന്മാരാകട്ടെ, ഹല്ലേലൂയ, മറ്റ് എല്ലാവരും ഞങ്ങൾ വലിയവനാണ് എന്ന ചിന്തയോടുകൂടെ ഇരിക്കുമ്പോൾ അവൻ ശിശുക്കളായിരിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മാതാപിതാക്കൾ ആമേൻ, സ്തോത്രം, യേശുവിന്റെ അരികിലേക്ക് അവൻ ഒരുക്കി കൊണ്ടുവരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പനും അമ്മയും പറയുന്ന വാക്കുകൾ കേൾക്കുന്ന മക്കൾ, ഹല്ലേലൂയ, സ്തോത്രം. ആ തലമുറ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ. അപ്പന്റെയും അമ്മയുടെ വാക്ക് കേട്ടിട്ട് ആമേൻ, സ്തോത്രം, അവർ ഹല്ലേലൂയ ആമേൻ അപ്പനെയും അമ്മയും അനുസരിച്ച് അവർ ഹല്ലേലൂയ അപ്പന്റെയും അമ്മയുടെയും അനുഗ്രഹത്താൽ ഹല്ലേലൂയ, സ്തോത്രം, അവർ ആമേൻ യേശുവിന്റെ അരികിലേക്ക് വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മാതാപിതാക്കൾ അവൻ പ്രതീക്ഷ വെച്ചിരിക്കുന്നത് അവൻ മക്കളിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവൻ ശ്രദ്ധിക്കണമേ, നമ്മുടെ ഹല്ലേലൂയ മക്കൾ ഓരോരുത്തരും ഹല്ലേലൂയ, സ്തോത്രം, അവർ പ്രതീക്ഷയ്ക്ക് വിപരീത സഞ്ചരിക്കുന്നവരാണോ അല്ലയോ എന്ന് ഇന്ന് രാത്രിയിൽ ഹിതപരിശോധന ചെയ്യണം. ഹല്ലേലൂയ. ചിലർക്ക് ആശ്രയം രഥങ്ങളിലും കുതിരകളിലുമായിരിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ചിലർക്ക് ആശ്രയം മക്കളിലാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം. അതിന് ഹല്ലേലൂയ ചില ആമേൻ, സ്തോത്രം, പഴമൊഴിക്കാർ ഇങ്ങനെ പറയുന്നു, ആമേൻ, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും സന്തോഷിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അത് എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു പോകാം. ഹല്ലേലൂയ. ഒരു കാറ്റടിച്ചാൽ ഹല്ലേലൂയ, ഒന്ന് ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായാൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്ന മാവിൽ നല്ല പൂവുണ്ട്, നല്ല കടുകുമണി പോലുള്ള മാങ്ങകളെല്ലാം കാച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ സ്വപ്നം കണ്ടുകൊണ്ട് ഇരിക്കരുത്. ഒരു കാറ്റടിക്കുകയോ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മഴയിൽ ആ മാമ്പുകളെല്ലാം നശിച്ചു പോകും എന്നതുപോലെയാണ് തലമുറകളെന്ന് ഹല്ലേലൂയ പഴമൊഴിക്കാർ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മാതാപിതാക്കൾ അവർ തന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു. വെറുതെ വരികയല്ല, പ്രാർത്ഥിക്കണതിന്. യേശുവിന്റെ കരമൊന്ന് തൊട്ടാൽ തന്റെ മക്കൾ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തന്റെ മക്കൾ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന്, തന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഹല്ലേലൂയ ആ മാതാപിതാക്കൾക്ക് ഒരു ചിന്തയുണ്ടായി. അവരുടെ ചിന്ത ഹല്ലേലൂയ അവൻ നിസ്സാരമായി കാണരുത്. അവൻ നമ്മുടെ തലമുറകളൊക്കെയും അനുഗ്രഹിക്കപ്പെടണമെന്ന് ഹല്ലേലൂയ, സ്തോത്രം, ആഗ്രഹിക്കാത്ത എത്ര അപ്പനും അമ്മയുമുണ്ട്. എല്ലാവർക്കും ആഗ്രഹമാണ്. തലമുറകൾ നശിച്ചു കാണുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവൻ എന്റെ മക്കൾ എല്ലാവരും, സ്തോത്രം, അവർ നല്ലവരായിരിക്കണം. അവർക്ക് സമ്പത്തുണ്ടാകണം, നല്ല കെട്ടിടങ്ങൾ, ഹല്ലേലൂയ, നല്ല വസ്തുവകകൾ, നല്ല വാഹനങ്ങൾ, മേൽത്തരമായ രീതിയിലൊക്കെ അവർ ജീവിക്കണമെന്ന് എല്ലാ മാതാപിതാക്കൾക്കും ഹല്ലേലൂയ ആഗ്രഹമുള്ളവരാണ്. സ്തോത്രം, അവർ തലമുറകളെ കൂട്ടിക്കൊണ്ട് അവർ യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവർ ശ്രദ്ധിക്കണമേ, അവർ യേശുവിന്റെ അടുക്കലേക്ക് അവർ വരികയാണ്. സ്തോത്രം, യേശു ഇരിക്കുന്ന ഇടം എവിടെയെന്ന് അവർ കണ്ടെത്തി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, യേശു ഇരിക്കുന്ന ഇടം ആ മാതാപിതാക്കൾ കണ്ടെത്തിയിട്ട് അവർ കണ്ടെത്തിയ യേശുവിനെ മക്കൾക്ക് പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ ഇടയാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും കണ്ടെത്തിയ
ഒരു സത്യമുണ്ട്, കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് ജീവിക്കുന്ന യേശുവാണ്. ആ രക്ഷകനിലൂടെ അത് വിടുതലുണ്ട് എന്ന്, ആ രക്ഷകന്റെ അനുഗ്രഹം അത് തലമുറകൾക്ക് ഞങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള അവർ ചിന്തയുള്ള മാതാപിതാക്കൾ മക്കളെ കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അരികിലേക്ക് വന്നു. ഇന്ന് രാത്രി യേശുവിന്റെ അരികിലേക്ക് വരുന്ന അവർക്ക് ഒരു കാര്യം പറയാനുണ്ട്. യേശുവിന്റെ കരം തൊട്ട എന്റെ മക്കളുടെ വിഷയം പരിഹരിക്കപ്പെടുമെന്ന്. പരിഹാരകൻ യേശുവാണ്. ഹല്ലേലൂയ. പരിഹാരകനായ യേശുവ. അതുകൊണ്ട് ആ യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ തക്കോട് സ്വർഗ്ഗമടിയാക്കട്ടെ. നമ്മുടെ തലമുറയുടെ ഭാവി എന്താകുമെന്ന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവ സർവശക്തനായ ദൈവം മുന്നമേ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യം മാത്രമേ നടക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തലമുറയിൽ ഹല്ലേലൂയ സ്തോത്രം കൈവിട്ടു പോകാതിരിക്കണതിന് മാതാപിതാക്കൾ യേശുവിന്റെ അരികിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. തലമുറകൾ അവൻ യേശുവിന്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അവൻ സ്തോത്രം നല്ല അപ്പം കിട്ടുമെന്നോ നല്ല മീന് നല്ല ഭക്ഷിക്കാമെന്ന് കരുതിയിട്ടല്ല, നല്ല കാറോ നല്ല ബംഗ്ലാവുകളോ ഹല്ലേലൂയ കിട്ടുമെന്ന് അർത്ഥത്തിലല്ല. പിന്നെയോ യേശുവിൽ നിന്ന് ഹല്ലേലൂയ യേശു ഒന്ന് തൊട്ടാൽ ഹല്ലേലൂയ ഇവരുടെ സ്ഥിതിഗതികൾ മാറുമെന്ന് അവർ തെളിഞ്ഞ ബുദ്ധിയുള്ളവരായി തെളിവുള്ളവരായി അവർ തീരുമെന്ന് അപ്പനും അമ്മയും മനസ്സിലാക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവൻ സ്തോത്രം അപ്പനും അമ്മയും മനസ്സിലാക്കിയ യാഥാർത്ഥ്യം തന്റെ മക്കൾ കൂടെ ഹല്ലേലൂയ അവൻ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് കൂടെ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ കഴിയുമെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചേർന്ന് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ സ്വർഗ്ഗമടിയാക്കുമാറാകട്ടെ. ഹൗസ് വർഷം പറയുക ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകൾക്ക് ഒരു മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഹല്ലേലൂയ. മാതാപിതാക്കൾ ഹല്ലേലൂയ പകർന്നു കൊടുക്കുന്ന ഹല്ലേലൂയ നന്മകൾ, പകർന്നു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, പകർന്നു കൊടുക്കുന്ന മാതൃകാ ജീവിതങ്ങൾ അവർ ഹല്ലേലൂയ അതേപടി നടത്തുക ഇടയാക്കി. യഹൂദന്മാരുടെ പാരമ്പര്യ പ്രകാരം സ്തോത്രം ഹല്ലേലൂയ യഹൂദന്മാരുടെ പാരമ്പര്യത്തെ പൊളിച്ചെഴുതുവാൻ സമയമായി. ഹല്ലേലൂയ. യഹൂദന്മാർ യേശുവിനെ അംഗീകരിക്കുന്നില്ല. ഹല്ലേലൂയ. അവരെ സ്തോത്രം ഇവിടെ ഒരു കൂട്ടം മാതാപിതാക്കൾ യേശുവിനെ അംഗീകരിച്ചു. സ്തോത്രം. യഹൂദന്മാർക്ക് അംഗീകാരമില്ല, പക്ഷെ യേശുവിനെ മാതാപിതാക്കൾ അംഗീകരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ അംഗീകരിക്കുന്ന മാതാപിതാക്കൾ യേശുവിന്റെ അടുക്കിലേക്ക് തലമുറയും കൊണ്ടുവരിക. ഇതറിയാമോ? തലമുറകളെ രക്ഷപ്പെടണമെങ്കിൽ ഹല്ലേലൂയ മാതാപിതാക്കൾ പറയുകയാ ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ രക്ഷപ്പെട്ട രീതിയിലൂടെ ഞങ്ങളുടെ തലമുറകൾ രക്ഷിക്കപ്പെടണം, അവർ രക്ഷപ്പെടണം. അതിന് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നത് പറയുന്ന ഹല്ലേലൂയ സ്തോത്രം സർവശക്തന്റെ അരികിലേക്ക് അവർ നടന്നു നീങ്ങുവാനുള്ളൂ. യേശുവിന്റെ അരികിലേക്ക് വന്ന മാതാപിതാക്കൾ ഹല്ലേലൂയ അവർ ഒരു തീരുമാനമെടുത്തു. അവൻ ഹല്ലേലൂയ ആര് യേശുവിനെ അംഗീകരിച്ചില്ലെങ്കിൽ, ആര് അവൻ യേശുവിനെ അവൻ ഹല്ലേലൂയ മറന്നു കളഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം അവൻ എന്റെ മതത്തിന്റെ ചട്ടക്കൂടുകൾ ഹല്ലേലൂയ മതമെന്ന പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടുകൾ പാരമ്പര്യത്തിന്റെ വേദിക്കെട്ടുകളെ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വരും. ഇന്ന് രാത്രി പാരമ്പര്യം പറയുക നീ യേശുവിന്റെ അരികിലേക്ക് പോകരുതെന്ന് അന്ന് ബന്ധുക്കൾ ചാർച്ചക്കാർ സകലരും പറയുന്നു. നിങ്ങൾ യേശുവിന്റെ അരികിലേക്ക് പോകരുത്, ആ മാർഗത്തിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ യഥാർത്ഥ മാതാവും പിതാവും യേശുവിനെ അറിഞ്ഞ മാതാവും പിതാവും ഒരു തീരുമാനമെടുത്തു. അവർ നേരെ യേശുവിന്റെ അരികിലേക്ക് അവർ ചെല്ലുവാടിയാത്തുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കരങ്ങളെ തട്ടി യേശുവിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. വെറുതെ ഇരിക്കരുത്, നീ ചിലരഴിച്ചു പോകും. ഹല്ലേലൂയ. അത് വെറുതെ ഇരുന്ന് ഹല്ലേലൂയ ഒരു നോക്കുകുട്ടിയായി ഇരിക്കുവാനല്ല, യേശുവിന്റെ അരികിലേക്ക് ഒന്ന് ചെല്ലുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഒരു മാതൃകയുണ്ടാകും. ഹല്ലേലൂയ. ഒരു ക്രമമുണ്ടാകുമെന്ന് ഇന്ന് രാത്രി ഹല്ലേലൂയ വെറുതെ ഇരിക്കുവാനല്ല, യേശുവിന്റെ അരികിലേക്ക് പോകണം. എത്ര പേർ തയ്യാറാണ്? സ്തോത്രം. അവർ പോയത് മറ്റൊന്നുമല്ല ഹല്ലേലൂയ യേശു കൈവച്ച് പ്രാർത്ഥിക്കണത്. സ്തോത്രം. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കുവാൻ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനാ സ്ഥലത്തൊരു വിലക്ക്, ആരാധന സ്ഥലത്തൊരു വിലക്ക്, ശുശ്രൂഷ സ്ഥലത്തൊരു വിലക്ക്. ശ്രദ്ധിക്കണമേ, യേശുവിന്റെ അടുക്കൽ പോകരുതെന്ന് പറഞ്ഞ് വിലക്ക് പറയുന്ന വിലക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇത് രാത്രി നീ അവിടെ ചെന്ന് ആരാധിക്കരുത്, അവിടെ ചെന്ന് അനുഗ്രഹം പ്രാപിക്കരുത് എന്ന് വിലക്കുന്ന
ചില പുള്ളികളുണ്ട്. ഇന്ന് രാത്രി അവർക്കൊരു മാനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. എത്ര വിലക്കിയാലും സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്താ വിലക്ക്? നീ ഇവിടെ തന്നെ നിൽക്കണം. നീ ഇതിനപ്പുറം കടന്നു പോകരുത്. ഹല്ലേലൂയ. നീ ഇതിനപ്പുറത്തേക്ക് പ്രവേശിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇതിന്റെ അപ്പുറത്ത് നീ ഉയരരുത്. ഹല്ലേലൂയ. ഇതിന്റെ മുകളിൽ നീ വളരരുത്. ഹല്ലേലൂയ. നിന്റെ തലമുറകൾ അതിനപ്പുറം ഹല്ലേലൂയ കടന്നു പോകരുത്. ഹല്ലേലൂയ. നിന്റെ തലമുറ നിലവാരം എപ്പോഴും ഒരു അടിമയെ പോലെയാകണം. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് സൗഖ്യം കൊണ്ട് അവൻ തൃപ്തിപ്പെടാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ആരാധനയിലേക്ക് വരുമ്പോൾ വിലക്ക് കൽപ്പിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കുവാൻ യേശുവിലേക്ക് വരുമ്പോൾ വിലക്കുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പുറത്തുള്ളവരല്ല കേട്ടോ, പുറത്തുള്ളവരല്ല, അകത്തുള്ളവരാ. ഇന്ന് രാത്രി പുറത്തുള്ളവരല്ല വിലക്കുന്നത്, അകത്തുള്ളവരാ. ഹല്ലേലൂയ. അവർ പറയുന്നത് അവൻ ഹല്ലേലൂയ സ്തോത്രം. അവർ വല്ലാതെ പറയുക ഇന്ന് രാത്രി വിലക്കുന്ന ഒരു സമൂഹമുണ്ട് എന്ന്. ഹല്ലേലൂയ. അവരാരാ? യേശുവോട് കൂടെ നടക്കുന്നവരാ, യേശുവോട് കൂടെ ശുശ്രൂഷ ലഭിച്ചവരാ, പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്, യേശുവിൽ നിന്ന് നന്മ പ്രാപിക്കുന്നവരാണ്. പക്ഷേ അവർ പറയുന്നു ഇനി ആരും ഇവിടെ വരരുത്. വഴിമുടക്കുക നിൽക്കുന്ന ഒരു കൂട്ടം പേർ. ഹല്ലേലൂയ. 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 ഇന്ന് രാത്രി സ്തോത്രം. അവർ വഴിമുടക്കികളുടെ ഒരു സംഘം തന്നെയുണ്ട് എന്ന് അവൻ പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അവർ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ അവർ ചിന്തിക്കുന്ന അപ്പുറമായി, അവർ ആരാധിക്കുന്ന അപ്പുറമായി, അവർ വിചാരിക്കുന്ന അപ്പുറമായി ഹല്ലേലൂയ അവർ ദൈവത്തിന് അടുക്കൽ എത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ, യേശുവിന്റെ അടുക്കൽ വരുവാൻ ഹല്ലേലൂയ അവരെ വിലക്കുന്ന ചില കരങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ എന്റെയും നിങ്ങളുടെയും സ്തോത്രം ഹല്ലേലൂയ വിലക്കുന്ന എത്രയോ പേരുണ്ട്. നിന്റെ കൂടെ നിൽക്കുന്നവരാണ് നിന്റെ അനുഗ്രഹത്തെ മുടക്കുന്നത്. ഹല്ലേലൂയ. അവൻ സ്തോത്രം. എടാ, ഞങ്ങൾക്ക് ലഭിക്കാത്ത സാമർഥ്യം, ഞങ്ങൾക്ക് ലഭിക്കാത്ത പുഷ്ടി, ഞങ്ങൾക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ നിനക്കും വേണ്ട, നിന്റെ മക്കൾക്കും വേണ്ട, നിന്റെ തലമുറകൾക്ക് വേണ്ട. ഹല്ലേലൂയ എന്ന് വാദഗതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില വിലക്കുകൾ ഇന്ന് ഈ വിലക്കുകളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പുറത്തു പോകട്ടെ. ഈ രാത്രിയിൽ ഹല്ലേലൂയ അവൻ അനുഗ്രഹിക്കപ്പെടുന്നതിൽ വളരാതിരിക്കണം. ഹല്ലേലൂയ. നമ്മെ വിലക്കുന്ന ഒരു കൂട്ടരുണ്ട്. യേശു പറയുന്നു അവരെ തൊടരുത്. ഹല്ലേലൂയ. യേശു പറയുന്നു അവരെ വിലക്കരുത്, അവരെ തൊട്ടുപോകരുത്. എന്റെ അടുക്കൽ വരുന്നവരെ ഹല്ലേലൂയ നീ അവരെ തൊടരുത്. എന്റെ അടുക്കൽ വരുന്നവരെ തൊട്ടുപോകരുത്, അവരെ പുറത്താക്കരുത്, അവരോട് എതിരഭിപ്രായം പറയുവാനല്ല, പിന്നെ അവരെ തടുക്കരുത്. ആ ശിശുക്കളുടെ അടുക്കലേക്ക് കൂട്ടിവരുത്തുക. ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ എവിടെയൊക്കെയോ ചില തടസ്സം ഉന്നയിച്ചുകൊണ്ട്, ചില വാദഗതികൾ പറഞ്ഞുകൊണ്ട്, അവൻ വാദിച്ചതുകൊണ്ട് തടുക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ട ആത്മശക്തിയോട് ദൈവം പറയുന്നു നീ തടുക്കരുത്, നീ തൊട്ടുപോകരുത്. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവം പറയുന്നു സ്തോത്രം ഹല്ലേലൂയ മനുഷ്യന്റെ ഇടപെടൽ, പിശാചിന്റെ ഇടപെടൽ, രോഗത്തിൽ ഇടപെടൽ എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ വിലങ്ങതടിയായി ഇടപെടുമ്പോൾ യേശു അടങ്ങിയിരിക്കത്തില്ല, ആത്മാവ് അടങ്ങിയിരിക്കത്തില്ല. യേശു ഇടപെടേണ്ട മേഖലയിൽ ഇടപെടുക തന്നെ ചെയ്യും. അതുവരെ യേശുവോട് വെറുതെ ഇരിക്കുക. സ്തോത്രം. അവർ വിചാരിച്ചു ഹല്ലേലൂയ യേശു ഒന്നും പറയുകയില്ല. ഹല്ലേലൂയ. യേശു ഇരിക്കുമ്പോൾ തന്നെ വന്ന മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും വിലക്കിയ ശിഷ്യന്മാർ. സ്തോത്രം. ഉടൻ തന്നെ യേശു പറഞ്ഞു അവരെ തുടരുത്, അവരെ വിലക്കരുത്. യേശുവിന്റെ ശിഷ്യനായാലും കൊള്ളാം, മാതാവായാലും കൊള്ളാം, പിതാവായാലും കൊള്ളാം, എല്ലാം ഒരുപോലെ മുഖപക്ഷം കാണിക്കാത്ത ദൈവം യേശു ഇടപെടുവാനുള്ള സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ചില മേഖലകളിൽ നിന്റെ ചില ആത്മീയ മേഖലകളിൽ, നിന്റെ ഭൗതിക മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ ഹല്ലേലൂയ ദൈവം ഇന്ന് രാത്രി ഇടപെടുവാൻ പോകുക. ഇതുവരെ ഇടപെടാത്ത ഒരു ദൈവത്തെയാണ് നീ കണ്ടതെങ്കിൽ, വെറുതെ ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ കണ്ടതെങ്കിൽ, ഇന്ന് രാത്രി ദൈവം പറയുക ഹല്ലേലൂയ നിന്റെ ആത്മീയ ഭൗതിക ശാരീരിക വിഷയങ്ങൾ സ്വർഗ്ഗം ഇടപെടുവാൻ പോകുക. ഇന്ന് ദൈവത്തിന്റെ ഇടപെടലുകൾ ഹല്ലേലൂയ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം നിന്നെ കണ്ടത് ഹല്ലേലൂയ വെറുതെ എല്ലാ പിശാച് വരുത്തിയ രോഗത്തിന്മേൽ ഹല്ലേലൂയ എല്ലാ രോഗങ്ങൾക്കും
ഒരു സൗഖ്യമുണ്ടാകുക നിന്റെ ശരീരത്തിൽ. ഹല്ലേലൂയ. ആരോഗ്യത്തെ കാവിടുന്ന ചില വൈശ്വാദ്യ മണ്ഡലങ്ങൾ, ചില രോഗങ്ങളെ സ്വർഗ്ഗം ഇന്ന് രാത്രി ഇടപെടുകയാ. തൊട്ടുപോകരുത്, യേശുവിനെ തൊട്ടുപോകരുത്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ തൊട്ടുപോകരുത്, എന്റെ അടുക്കൽ വരുന്നവരെ തൊട്ടുപോകരുത്. തൊട്ടാൽ തൊട്ടവൻ കളി അറിയും. രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണമേ. നമ്മെ തടുക്കുന്ന ചില ശക്തികളുണ്ട്, നമ്മുടെ തലമുറകളെ തടുക്കുന്ന ചില ശക്തികൾ, ആരാധനയെ തടുക്കുന്ന ചില ശക്തികൾ, നമ്മുടെ അനുഗ്രഹത്തെ തടുക്കുന്ന ചില ശക്തികൾ, ഐക്യതയെ തടുക്കുന്ന ചില ശക്തികൾ, തലമുറകളെ തടുക്കുന്ന ചില ശക്തികൾ, ശുശ്രൂഷയെ തടുക്കുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് വന്നാൽ അത് തടുക്കുവാൻ ആരെക്കൊണ്ട് കഴിയില്ല. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് വിരോധമായി, കുടുംബങ്ങൾക്ക് വിരോധമായി തടുക്കുന്ന ശക്തിയായി നിൽക്കുന്നവരെ സ്വർഗം പറയാ തൊട്ടുപോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ പറ. കാണുമ്പോൾ മാതാപിതാക്കൾ ചില കുഞ്ഞുങ്ങളെയും കൂട്ടി വരുന്നു. സ്തോത്രം. കുഞ്ഞുങ്ങളാണ്, ശിശുക്കളാണ്, ഞങ്ങൾ വലിയവരാണ്, ഞങ്ങൾ വലിയ പുള്ളികളാണ്, പക്ഷെ നിങ്ങളെല്ലാം നിസ്സാരന്മാരാണ്. ദൈവം പറയുന്നു എന്റെ കുഞ്ഞുങ്ങളെ തൊട്ടുപോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ശിഷ്യനായാലും കൊള്ളാം, പുരോഹിതനായാലും കൊള്ളാം, എല്ലാവരും യേശുവിന്റെ സന്നിധിയിൽ സ്തോത്രം. അതുകൊണ്ടാണ് എനിക്ക് യേശുവിന് ഭയങ്കര ഇഷ്ടം. നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ല, കർത്താവിനെ സ്നേഹിക്കുവാൻ മാത്രമേ അറിയാവൂ. സ്നേഹസമ്പന്നനായിരിക്കുന്ന ദൈവം, അവൻ ആ ദൈവം ഇന്ന് രാജോട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മെ ഓരോരുത്തരെ വിവിധ മേഖലകളിൽ ശത്രു തടഞ്ഞു വെച്ചു. ഹല്ലേലൂയ. തടഞ്ഞു വെച്ച മേഖലകളെ എന്റെ ദൈവം ഇന്ന് രാത്രി വെട്ടിമാറ്റുവാൻ പോകുക. അറുത്തു മാറ്റേണ്ട വിഷയത്തെ ദൈവം അറുത്തു മാറ്റുവാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ ഉയർച്ചയെ തടയുന്ന ജാതീയ മണ്ഡലങ്ങളെ ദൈവം തകർക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ അവരെ വിദ്യാഭ്യാസത്തെ മുടക്കുന്ന ഹല്ലേലൂയ ജാതീയ ശക്തികളുടെ ഹല്ലേലൂയ ദുരാത്മാവിന്റെ മേഖലകളെ ദൈവം ഇന്ന് രാത്രി തൊടുവാൻ പോകുക. അവരെ തകർക്കുവാൻ പോകുക, അവരെ നശിപ്പിക്കുവാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ ശിരസിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരുന്ന ഒരു രാത്രിയായി രാത്രി. ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ അനുഗ്രഹത്തെ തടുക്കുവാൻ, ദൈവ കുഞ്ഞുങ്ങളെ തടുക്കുവാൻ തക്കവണ്ണം ഒരു അന്ധകാരത്തിന്റെ ശക്തികൾ കഴിയയില്ല എന്ന്. സ്തോത്രം. രക്ഷകനായിരിക്കുന്ന വിമോചനായിരിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തൊരു രാത്രിയെ ഈ രാത്രി. ഹല്ലേലൂയ. സ്തോത്ര. ഇന്ന് രാത്രി നീ പ്രാപിച്ചെടുക്കണം. ഈ രാത്രി ഹല്ലേലൂയ മാതാവേ, പിതാവേ, നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ മക്കൾക്ക് വഴിയാക്കി മാറുക. ഹല്ലേലൂയ. അവേ സ്തോത്ര. അവൻ നമ്മുടെ വിഷയത്തിന് മേൽ ദൈവം കൈവയ്ക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയം എന്താ? നിങ്ങളുടെ തലമുറകളിലാണ് നിങ്ങളുടെ വിഷയം. നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, തലമുറയാണോ, മറ്റെന്താണോ, സാമ്പത്തികമാണോ, ആത്മീയമാണോ, ഭൗതികമാണോ, ഏത് വിഷയമാകട്ടെ, ആ വിഷയത്തിന് മേൽ സ്വർഗത്തിലെ ദൈവം കൈവയ്ക്കുവാൻ പോവുകയാണ് എന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിങ്ങളുടെ വിഷയത്തിന് മേൽ വെക്കുവാൻ പോകുന്നു. ശിഷ്യന്മാർക്ക് ഹല്ലേലൂയ എത്ര കണക്ക് കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുന്നില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ കണക്കൂട്ടലുകളെ തെറ്റിക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ ഇടപെടും. മനുഷ്യന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുമ്പോൾ ദൈവം ഇടപെടും. ഇന്ന് രാത്രി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ദൈവം അടുക്കിലേക്ക് വന്നവരെ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു ഹല്ലേലൂയ അവരെ നിങ്ങൾ തടുക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന മക്കളെല്ലാവരും, തലമുറകളെല്ലാവരും കർത്താവിൽ പ്രസിദ്ധരാകുക ഇടയാത്രന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം. ചിലരെ അവിടെ ഇരിക്കുവാൻ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ചിലതിനെ അവിടെ ഇരുത്തിക്കളഞ്ഞ കർത്താവ് എന്നെയും നിങ്ങളെ അല്ലയോ മാതാവേ, പിതാവേ, നിന്റെ തലമുറകളെ
തലമുറ ഇരുത്തിക്കളയുമെന്ന് വാദഗതി പറഞ്ഞവൻ. ഹല്ലേലൂയ. ഇവിടെ വിട്ട് എഴുന്നേൽക്കരുത്, ഇവിടെ അടുക്കലേക്കോ അടുക്കരുതെന്ന് പറഞ്ഞ് വാദഗതി പറഞ്ഞ് ഇരുത്തിക്കളഞ്ഞ. ഹല്ലേലൂയ. ചില വിഷയത്തെ സ്വർഗ്ഗമാണ് നിങ്ങൾ അവിടെ ഇരി. ഹല്ലേലൂയ. നിങ്ങൾ അവിടെ ഇരിപ്പീൻ. ഹല്ലേലൂയ. ശിശുവിനെ അടുക്കലേക്ക് കൂട്ടിവിടുവൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് രാത്രി ചിലരുടെ ഹല്ലേലൂയ ഇരിപ്പിടങ്ങളെ സ്വർഗ്ഗം ഇളക്കി മാറ്റുവാൻ പോകുക. ചിലരുടെ കെട്ടുകൾ സ്വർഗ്ഗം പൊട്ടിക്കുവാൻ പോകുക. തലമുറകളെ ബന്ധിച്ചു വെച്ച ബന്ധനത്തിന്റെ പോരുകൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. അവൻ നീ എങ്ങനെ നടക്കുന്നു, നീ എങ്ങനെ ജീവിക്കുന്നു, നീ എങ്ങനെ വളരുന്നു, നീ എന്ത് ഭക്ഷിക്കുന്നു, നീ എന്ത് കുടിക്കുന്നു, നീ എവിടെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് 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 എന്ന് നിന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഹല്ലേലൂയ അവൻ യേശുവിന്റെ അടുത്ത് വരാതിരിക്കുന്നത് തടുക്കുന്ന ചില അവൻ തടുക്കുന്ന ശക്തികൾ ഇന്ന് രാത്രി നിനക്ക് മാറുവാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ എന്തായിരിക്കുന്നത്, നിന്റെ കയ്യിരിക്കുന്നത് എന്താണ്, നിന്റെ പോക്കറ്റിൽ എന്താണ് ഹല്ലേലൂയ എന്ന് സൂക്ഷിച്ചു നോക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. മാതാപിതാക്കളുടെ കൈയും പിടിച്ചുകൊണ്ട് വരുന്ന ഹല്ലേലൂയ മക്കളെ അത് വിലക്കുന്ന ഒരു തലമുറ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഞങ്ങൾ വലിയവരാണ്, ഞങ്ങൾ വലിയ ഉള്ളികളാണ്, ഞങ്ങളാണ് യേശുവോട് കൂടെ ചേർന്ന് നടക്കുന്നത്. അതുകൊണ്ട് ഇനി ആരും യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത് ഹല്ലേലൂയ ഞങ്ങൾ കഴിഞ്ഞിട്ട് മതി, ഞങ്ങൾ കഴിഞ്ഞിട്ട് മതി, നീ അനുഭവം പ്രാപിക്കുന്നത് ഞങ്ങൾ മതി, ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള സാമർഥ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നേടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ മാതാപിതാക്കൾ വിലക്കുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ആവേ സ്തോത്രം യേശുവിന്റെ അരികിലേക്ക് വരുവാൻ മറ്റുള്ളവരെ സ്തോത്രം കടത്തിവിടാതെ നിൽക്കുന്ന ചില വലിയ പുള്ളികളുണ്ട്. അവർ യേശുവിനെയും വിലക്കുവാൻ യാത്രമോ. യേശുവിനെ തൊട്ടുപോകരുത്. സ്തോത്രം. തൊട്ടുപോകരുത്. ഞങ്ങളിൽ ആരാണ് വലിയവൻ, ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ചിന്ത ശിഷ്യന്മാരുടെ ഇടയിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ വലിയൊരു തർക്കം നടക്കുകയാണ്. സ്തോത്രം. ഞങ്ങളിൽ ആരാണ് വലിയവൻ. സ്തോത്രം. പഴയ നിയമ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 7-8 വരെ ഭാഗം വേഗത്തിൽ വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 17:7-8. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവ്യ ഗൃഹത്തിൽ നിന്നുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നതും കണ്ടു. അത് തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചു. മോശ വടികളെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിന്ന് എടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. മതി. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വലിയൊരു തർക്കം അവിടെ നടക്കുകയാണ്, ഒരു വലിയ മത്സരം നടക്കുകയാണ്. സ്തോത്രം. ശുശ്രൂഷകന്മാരുടെ ഇടയിലാണ് അത് വലിയ തർക്കം നടക്കുന്നത്. സ്തോത്രം. എന്താണ് തർക്കം? എനിക്കാണ് ഏറ്റവും കൂടുതൽ കൃപയുള്ളത്, എനിക്കാണ് ശുശ്രൂഷയുള്ളത്. മറ്റവർ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ അവൻ സ്തോത്രം. ഓരോരുത്തരും പറയുന്നതനുസരിച്ച് ഒന്നിനോടൊന്ന് മത്സരിക്കുന്ന ഒരു വിഭാഗം. ഹല്ലേലൂയ അവൻ സ്തോത്രം. ദൈവം മോശയെ വിളിച്ചു പറയുന്നു, ഇവരുടെ തർക്കം ഹല്ലേലൂയ ഞാൻ ഇന്ന് അവസാനിപ്പിക്കാൻ പോകുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണം. ഇവരുടെ തർക്കം ഞാൻ ഇന്ന് അവസാനിപ്പിക്കുവാൻ പോകുന്നു. സ്തോത്രം. നമുക്കറിയാം ഇസ്രായേലിന് 12 ഗോത്രമുണ്ട്. ഹല്ലേലൂയ. ആ 12 ഗോത്രത്തിൽ നിന്ന് 12 ഗോത്ര തലവന്മാരെ ഹല്ലേലൂയ അവൻ സ്തോത്രം ഹല്ലേലൂയ അവരെ ദൈവം വിളിപ്പിച്ചു. സ്തോത്രം. ശ്രദ്ധിക്കണമേ. 12 ഗോത്ര തലവന്മാരും 12 ഗോത്രങ്ങളും 12 തട്ട് നിൽക്കുകയാണ്. സ്തോത്രം. ഐക്യതയോടെ നിൽക്കേണ്ട ഗോത്ര തലവന്മാർ 12 പേരും ഹല്ലേലൂയ സ്തോത്രം 12 തട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ 12 ഗോത്ര തലവന്മാരെ എന്നെ യേശു വിളിച്ചു വരുത്തി. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നിങ്ങൾ ഈ വരുമ്പോൾ വെറും കൈയോടെ വരരുത്. ഹല്ലേലൂയ 12 ഗോത്ര പിതാക്കന്മാരുടെ കയ്യിൽ 12 വടി വേണം. സ്തോത്രം. 12 ഉണങ്ങിയ വടി വേണം. സ്തോത്രം. ആലയത്തിൽ വരുമ്പോൾ ചിലതൊക്കെ കൊണ്ടുവരണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ കൈവീശു വരരുത്. നിങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം 12 പേരുടെ കയ്യിലും ഉണങ്ങിയ ഓരോ വടി ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ.
Praise the Lord. Hallelujah. Hallelujah. വെറും കൈയുമായി നീ വരരുത്. Hallelujah. സ്തോത്രം. ആമേൻ. Hallelujah. Hallelujah. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. Hallelujah. ആമേൻ. സ്തോത്രം. ദൈവം പറയുന്നു നിങ്ങൾ വരുമ്പോൾ ഒരു വടി വെട്ടിക്കൊണ്ടുവരണം. Hallelujah. ആമേൻ. സ്തോത്രം. വെട്ടിക്കൊണ്ടുവരുന്നവൻ വെറുതെ കൊണ്ടുവരുന്നത് അവന്റെ പേര് ആ വടി എഴുതണം. Hallelujah. ആരുടെ Hallelujah വടിയാണോ തളർക്കുന്നത് സ്തോത്രം അവരെ ദൈവം തിരഞ്ഞെടുക്കും. അവരെ ദൈവം അനുഗ്രഹിക്കും. അവരെ ദൈവം കടാക്ഷിക്കും. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ഉണങ്ങിയ വടികളുമായി 12 ഗോത്ര തലവന്മാർ അവർ വരുവാണ് യാത്രതു. ഹാലലൂയ. ദൈവം പറഞ്ഞ വ്യവസ്ഥയുണ്ട്. ഈ 12 വടികളെ ഓരോ ഗോത്രത്തിന്റെയും പേര് എഴുതണം. ഹാലലൂയ. അങ്ങനെ 12 ഗോത്രങ്ങൾ 12 വടികൾ അവരുടെ പേരുകൾ എഴുതി. ഹാലലൂയ. യേശുവിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് അവർ വരുവാണ് യാത്രതു. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ആരുടെ വടിയാണോ തളർക്കുന്നത് അവരെ ദൈവം തിരഞ്ഞെടുക്കും. ഇന്ന് രാത്രി വെറും കൈയോടെ ഇരിക്കരുത്. ഇന്ന് രാത്രി അതിന്റെ കരത്തിനകത്ത് ചില ഉണങ്ങിയ വടിയാണ് എങ്കിലും അതിനെ തളർക്കുന്നതിനനുസരിച്ചാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അത് വരണ്ടിരിക്കുവാനല്ല, ഉണങ്ങിയിരിക്കുവാനല്ല. ഇതിനൊരു തഴപ്പുണ്ടാകണം, ഒരു കിളിർപ്പുണ്ടാകണം, ഒന്ന് പൂക്കണം, ഒന്ന് ഫലം കായ്ക്കണം. ഹാലലുയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും വെറുതെ ഇരിക്കുന്നത് അയ്യോ ഞാൻ ഉണങ്ങിപ്പോയി, അയ്യോ ഞാൻ വരണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുവാനല്ല. വെറുതെ ഇരുന്ന് സമയത്തെ നിഷ്ഫലമാക്കുവാനല്ല. അയ്യോ ഫലവത്തായ ഒരു ജീവിതം നിനക്കുണ്ടാകണമെങ്കിൽ നിന്റെ വടികൾ തളർക്കണമെങ്കിൽ നിന്റെ വടികൾ അവ പൂക്കണമെങ്കിൽ നിന്റെ വടികൾ കായ്ക്കണമെങ്കിൽ സ്തോത്രം ചില കാര്യങ്ങൾ നടക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില പുള്ളികളുണ്ട് കേട്ടോ. സ്തോത്രം. വടികളൊക്കെ മാറിയെടുക്കും. സ്തോത്രം. ചിലരെയും വടികളൊക്കെ എന്നിട്ട് പറയും എന്റേതാണ്. ഹല്ലേലൂയ. ഇത് എന്റെ വടിയാണ്, ഞാൻ വെട്ടിക്കൊണ്ടുവന്ന വടിയാണ് ഇതിൽ അവകാശപ്പെടാം. അതുകൊണ്ട് ദൈവം പറഞ്ഞതാണ് നീ വെട്ടിയ വടിയിൽ നിന്റെ പേര് തന്നെ എഴുതി വെക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടപ്പെട്ട് വെട്ടിക്കൊണ്ടുവന്ന വടികൾ പലരും കൊണ്ടുപോയി. 2024 പല നന്മകളും ശത്രു കൊണ്ടുപോയി. 2025 കർത്താവ് പറയുന്നു നീ വെട്ടുന്ന വടിയിൽ നിന്റെ പേര് എഴുതി വെക്കണം. ഈ 2025 നീ വെട്ടിയ വടി ഹല്ലേലൂയ ആ വടിയിൽ നിന്റെ പേര് തന്നെ ഉണ്ടാകണം. ആ വടി തളർത്താൽ ദൈവം തിരഞ്ഞെടുക്കുമെന്ന്. കരങ്ങളെ തട്ടി ഹല്ലേലൂയ ഒരു ആരാധിച്ചു കേൾക്കുക. ഹല്ലേലൂയ. നിന്റെ വടി ആരും അപകരിക്കരുത്. നിന്റെ നന്മകൾ ആരും കൊത്തിക്കൊണ്ട് പോകരുത്. നിന്റെ അവസരങ്ങൾ ആരും കൊത്തിക്കൊണ്ട് പോകരുത്. നിന്റെ ശുശ്രൂഷകൾ ആരും തടക്കരുത്. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ വടി തളർക്കുകയാണോ? ഹല്ലേലൂയ അത് തളരുകയാണോ? നിന്നെ തളർത്തുവാൻ 1000 പേരുണ്ട്. എന്നാൽ ശക്തനാക്കുന്നവൻ മാത്രം അത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ മാതാപിതാക്കളെ തളർത്തിയ ഒരു കൂട്ടം പേരുണ്ട്. പക്ഷെ അവർ തളർന്നില്ല, അവർ പതറിയില്ല, അവർ മുന്നോട്ട് തന്നെ പോയി. ഇന്ന് രാത്രി ഇത് മുന്നേറ്റത്തിന്റെ സമയമാണ്. ഈ 2025 മുന്നേറ്റത്തിന്റെ സമയമാണിത്. ഹല്ലേലൂയ. പതറിപ്പോകരുത്, തളർന്നു പോകരുത്. ചില മണ്ഡലങ്ങളിൽ നമ്മൾ ഒതുക്കിക്കളയുവാൻ, ചില ഇടങ്ങൾ എന്നെ നിങ്ങളെയും തകർത്ത് കളയുവാൻ ചിലർ കൂട്ടം കൂടി നിൽക്കുമ്പോൾ സ്തോത്രം ദൈവമേ ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയണം സ്തോത്രം. ഒറ്റ രാത്രി കൊണ്ട് ഹല്ലേലൂയ, ഒറ്റ രാത്രിയാണ് സമയം. ഒറ്റ രാത്രി കൊണ്ട് ഹല്ലേലൂയ നിന്റെ പേര് എഴുതിയ വഴി അവരെ തളർത്തുവോ? ഹല്ലേലൂയ അവരെ ദൈവം തിരഞ്ഞെടുക്കും. ഒറ്റ രാത്രിയാ സമയം, അധിക സമയമില്ല, ഒരു വർഷമില്ല. ഹല്ലേലൂയ. പിന്നെ ഒറ്റ രാത്രി. അനുഗ്രഹവും ശാപവും ഒറ്റ രാത്രിയിലാണ് നടക്കുന്നത്. ഒരു വർഷം വരെ ഒന്നുമില്ല. 2024 ഒരു വർഷം മുഴുവൻ തന്നു പാടാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ആരാധിക്കാനെല്ലാം. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് നീ തളർത്തോണം. ഇന്ന് രാത്രി കൊണ്ട് നീ തളർക്കണം. ഇന്ന് രാത്രി കൊണ്ട് നീ പൂക്കണം. ഇന്ന് രാത്രി നീ കൊണ്ട് ഫലം പുറപ്പെടുവിക്കണം. ദൈവം അത് കാണണം. ദൈവം അത് കണ്ടാൽ ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. യേശുവിന്റെ അടയാളം ഹല്ലേലൂയ അത് അനുഭവമാണ്. ഇന്ന് രാത്രി ഒറ്റ രാത്രി കൊണ്ട് തളർക്കുവാനും പൂക്കുവാനും അതോടൊപ്പം തന്നെ ഫലം പുറപ്പെടുവിക്കുവാനും സ്വർഗ്ഗം ഇടയാക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. അല്ലയോ വടിയേ, ഹലോ വടി, അവിടെ ഇവിടെ നോക്കിയിരിക്കരുത്. നിന്റെ വടി എന്ത് ചെയ്യണം? തളിർക്കണം. നിന്റെ വടി എന്ത് ചെയ്യണം? പൂക്കണം. നിന്റെ വടി എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഉണങ്ങി ഉണങ്ങി ഉണങ്ങി, സ്തോത്രം, ഉണങ്ങിയ വടിക്ക് ബലക്കുറവ് ഉണ്ട്. അതെന്ത് ചെയ്യും? സ്തോത്രം. കരമടിക്കണത് കരമടിക്കണം. ഹല്ലേലൂയ മുഴക്കണം, ഹല്ലേലൂയ പറയണം. സ്തുതിക്കണം, സ്തുതിക്കണം. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ ദൈവം നിന്നെ കടാക്ഷിക്കും. സ്തോത്രം. ദൈവം പറയുന്നു, ആരുടെ വടിയാണോ തളർത്തിരിക്കുന്നത്, ആരുടെ വടിയാണോ പൂത്തിരിക്കുന്നത്, പൂപ്പൽ പിടിച്ചിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൂക്കുന്ന കാര്യം. സ്തോത്രം. ആരുടെ വടിയാണോ ഫലമുള്ളത് അവരെ ഞാൻ, സ്തോത്രം, സ്തോത്രം, തളർക്കുവാൻ റെഡിയാണോ? ശബ്ദം കേട്ടില്ല. തളർക്കുവാൻ റെഡിയാണോ? പൂക്കുവാൻ റെഡിയാണോ? ഫലം കായ്ക്കുവാൻ റെഡിയാണോ? സ്തോത്രം. ഒറ്റ രാത്രിയെ സമയമുള്ളൂ. കഴിഞ്ഞ 2024 തൊട്ട് ഹല്ലേലൂയ പറയുമായിരുന്നു, എടാ തളിർക്കടാ തളിർക്കടാ തളിർക്കടാ, എടാ പൂക്ക് പൂക്ക്, മക്കളെ ഫലം കായ്ക്കൂ ഫലം കായ്ക്കൂ. 2025 പറച്ച് വടി തന്നെ എന്ത് ചെയ്യണം? തളിർക്കണം. വടി തന്നെ പൂക്കണം. വടി തന്നെ എന്ത് ചെയ്യണം? കായ്ക്കണം. സ്തോത്രം. ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പനമ്മ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, തലമുറകൾക്ക് വളരുവാനും ഹല്ലേലൂയ അവ തളർക്കുവാനും പൂക്കുവാനും ഫലം പുറപ്പെടുവിക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ ദൈവം എന്ന് പറയുന്നു, നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത്, നിന്റെ വടികൾ തളർക്കണം, പൂക്കണം, ഫലം കായ്ക്കണം. എടാ ഓസിക്കട, പ്രാർത്ഥിക്കട, ആരാധിക്കട, തൂത്തുപായിട, അത് ചെയ്യട ഇത് ചെയ്യട എന്ന് പറയാൻ മാതാപിതാക്കൾക്ക് കഴിയത്തില്ല. ദൈവം പറഞ്ഞ് സ്വയമേ ചെയ്യണം. ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ അവൻ സ്തോത്രം ഉന്തി ഉന്തി തള്ളിവിടുവാൻ, നിന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ മാതാപിതാക്കളില്ല. പക്ഷേ അത് വ്യക്തിപരമായി നിനക്ക് തളർക്കുവാൻ കഴിയുമോ? വ്യക്തിപരെ പൂക്കുവാൻ കഴിയുമോ? വ്യക്തിപരെ ഫലം കായ്ക്കുവാൻ കഴിയുമോ? ഇന്ന് രാത്രി ദൈവം അവരെയാ തിരഞ്ഞെടുക്കുന്നത്. സ്തോത്രം. പിറ്റേ ദിവസം മോശ നേരെ സാക്ഷി കൂടാരത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ലേവ്യ ഗൃഹത്തിൽ ഹല്ലേലൂയ അഹരോന്റെ വടി തളർത്തു. സ്തോത്രം. അത് പൂത്തു, അത് ബദാം കാച്ചു. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ദൈവം ഒരുവനെ മാനിക്കുവാൻ പദ്ധതിയിട്ടാൽ ഹല്ലേലൂയ 11 പേർ അവരെതിരെ നിന്നാലും ഹല്ലേലൂയ വിളിയുള്ളവനെ, അഭിഷേകമുള്ളവനെ, ശുശ്രൂഷയുള്ളവനെ, പ്രാർത്ഥനയുള്ളവനെ, കൃപയുള്ളവനെ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ കയറി വരും. ഇന്ന് രാത്രി 12 പേർ ഹല്ലേലൂയ വടികൾ, 12 പേർ വടികൾ ഉണങ്ങിയിരിക്കുമ്പോൾ, വരണ്ടിരിക്കുമ്പോൾ 12 പേർ ഞങ്ങൾ വലിയവരാണ് എന്ന് അവകാശപ്പെട്ടവർ നോക്കി നിൽക്കുക. വലിയ പുള്ളികളെ ഇരുത്തി കളഞ്ഞിട്ട് ലേവ്യാഗൃഹത്തിലെ അഹരോനെ സ്വർഗ്ഗം എഴുന്നേൽപ്പിച്ചു. ഇന്ന് ഈ രാത്രി 2025 നിന്നെ ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽപ്പിച്ച ദിവസമാ, നിന്റെ വാഗ്ദാനമായ ദിവസമാ. നീ കയറി വരുവാൻ പോയോ? അവകാശവാദം പറഞ്ഞു, ഞങ്ങൾ വലിയവരാ, ഈ കുറഞ്ഞവരാണ്. സ്തോത്രം. നിറത്തിന്റെ പേര്, ഭാഷയുടെ പേര്, ഹല്ലേലൂയ സമ്പത്തിന്റെ പേര് നിന്നെ ഹല്ലേലൂയ കുറച്ച് കണ്ട ഒരു സമൂഹമുണ്ട്. ആ 11 പേര് ഒരു വലിയൊരു കൂട്ടുകെട്ടാണ്. സ്തോത്രം. സാധാരണ പുള്ളികളല്ല കേട്ടോ, 11 പേർ വലിയ കൂട്ടുകെട്ട. ഇന്ന് രാത്രി കൂട്ടുകെട്ട സ്വർഗ്ഗം പൊലിപ്പിക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. അഹരോനെ ഒറ്റയ്ക്ക, അഹരോനെ ഒറ്റയ്ക്ക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലേവ്യ ഗോത്രത്തിനകത്ത് നിന്ന് അഹരോന്റെ വടി തളർത്തു, അഹരോന്റെ വടി ഹല്ലേലൂയ പൂത്തു, അഹരോന്റെ വടി അവൻ ഫലം കായ്ച്ചു. 11 പേരും ലജ്ജിക്കുമാറ് തല താഴ്ത്തി നിൽക്കുവാൻ യാത്രന്നു. ഞങ്ങൾ വലിയ പുള്ളികളെന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ ദൈവം ഇരുത്തിക്കളഞ്ഞു. ഞാനും നിങ്ങളെ നശിച്ച് തകർന്ന് പോകണമെന്ന് ആഗ്രഹിച്ച 11 കൂട്ടം. അവിടെ ഇടയിലാണ് ദൈവം അഹരോനെ എഴുന്നേൽപ്പിച്ചത്. ഒരു വലിയൊരു സമൂഹത്തിന്റെ മധ്യത്തിൽ, വലിയൊരു ദേശത്തിന്റെ മധ്യത്തിൽ, വലിയൊരു പട്ടണത്തിന്റെ മധ്യത്തിൽ 12 ഗോത്രങ്ങളുടെ നടുവിൽ അഹരോനെ നീ
ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവം പറയുക ഹല്ലേലൂയ, നിനക്കെതിരെ ആരൊക്കെ വാദങ്ങൾ പറഞ്ഞാലും, നിന്നെ ആരും മാനിച്ചില്ലെങ്കിൽ, നിന്നെ ആരെങ്കിലും അപമാനിച്ചെങ്കിൽ, നിന്നെ ഇറക്കി വിട്ട ഇടത്ത്, നിന്നെ തള്ളിക്കളഞ്ഞ ഇടത്ത് ഹല്ലേലൂയ അഹരോനെ നിന്റെ വടി തളർത്ത ഞാൻ നിന്നെ തളർത്തുകൊള്ളാം. ഓ സ്തോത്രം. മനുഷ്യർ മാനിക്കാത്തിടത്ത് നിന്റെ വടി തളർത്താൽ, സ്തോത്രം, നിന്റെ വടി തളർത്താൽ മാന്യതയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് തളർക്കണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നമ്മെ ചവിട്ടി ഒതുക്കി കളഞ്ഞ ഹല്ലേലൂയ ഒരു അവൻ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ആരൊക്കെയോ ചവിട്ടി ഒതുക്കി കളഞ്ഞു, ആരൊക്കെയോ തള്ളിക്കളഞ്ഞു, ആരൊക്കെയോ വലിച്ച് നമ്മൾ എറിഞ്ഞു കളഞ്ഞു. അവർ കാണുകയെ അഹരോനെ നീ ഉയരുവാൻ പോകുക, അഹരോനെ ഹല്ലേലൂയ ശക്തമായ ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുവാൻ സമയമായി. ഹല്ലേലൂയ. ഈ സമയം ഹല്ലേലൂയ അഭിഷേകത്തിന്റെ സമയമാണ്. ഈ സമയം തണുപ്പിന്റെ സമയമാണ്. ഈ സമയം പൂക്കളുടെ സമയമോ, ഈ സമയം ഫലവത്തായ ജീവിതത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. 11 ലജ്ജിപ്പിച്ചുകൊണ്ട് ലേവ്യ ഗോത്രത്തിലെ അഹരോന്റെ വടി തളർത്തു പൂത്തു ഫലം കായ്ച്ചു. സ്തോത്രം. ഒന്നിനും കൊള്ളുകയില്ലെന്ന് പറഞ്ഞ് എന്നെ നിങ്ങളെ വലിച്ചെറിഞ്ഞ എത്രയോ പേരുണ്ട്. സ്തോത്രം. പാടാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല, കൈയടിക്കാൻ അറിയില്ല, വാഹനം ഓട്ടിക്കാൻ അറിയത്തില്ല, തൂത്ത് പായിടുവാൻ അറിയില്ലെന്ന് പറഞ്ഞ് എത്രയോ പേർ ഈ സംഘടനക്കകത്ത് സ്തോത്രം ഇവർ കൊള്ളത്തില്ല, ഈ സഭയ്ക്കകത്ത് ഇവൾ കൊള്ളത്തില്ല. ഹല്ലേലൂയ പ്രൈസ്. അങ്ങനെ പറഞ്ഞ 11 പേർ കാണുകയാ ദൈവം അഹരോനെ മാനിച്ചത്. ഹല്ലേലൂയ. വിളിയുള്ളവനെ, ഹല്ലേലൂയ ശുശ്രൂഷയുള്ളവനെ, വാഗ്ദത്തമുള്ളവനെ, അഭിഷേകമുള്ളവനെ, പ്രാർത്ഥനയുള്ളവനെ ഒതുക്കുവാൻ 11 കഴിയില്ല എന്ന് ഒരു മിനിസ്ട്രി സ്ഥാപിച്ചപ്പോൾ, ഒരു സംഘടന രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ, ഹല്ലേലൂയ അതിനൊരു അംഗമാകുവാൻ നിനക്ക് അർഹതയുണ്ടായിട്ടും നിന്നെ മാറ്റി നിർത്തിയൊരു മണ്ഡലമുണ്ട്. സ്തോത്രം. 100 കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയപ്പോൾ അതിൽ ജയിച്ചവരുടെ കൂട്ടത്തിൽ നിന്റെ പേരും ഉണ്ടാകേണ്ടതാ. പക്ഷെ നിന്നെ മാറ്റി നിർത്തി കളഞ്ഞു, നിന്നെ ഒതുക്കി കളഞ്ഞു. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി അവർ കാണുകയെ എന്റെ ദൈവം പറയുന്നു, നീ തളർക്കുവാൻ പോകുന്നു, നീ പൂക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. നീ ഫലം കായ്ക്കുവാൻ പോകുന്നു. അഹരോന്റെ വടി നീ ഒരു അഹരോനായി മാറുക, നീ ഒരു ലേവ്യ ഗോത്രത്തിലെ ഒരു വ്യക്തിത്വമായി മാറുക. ഒറ്റ രാത്രി കൊണ്ട് നിന്റെ വടി ഹല്ലേലൂയ തളർക്കുവാൻ പോകുക, പൂക്കുവാൻ പോകുക, ഫലം കായ്ക്കുവാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ ഫലത്തെ കണ്ടിട്ട് ഹല്ലേലൂയ തളർക്കുവാൻ ശ്രമിക്കുന്ന ഞങ്ങൾ വലിയ പുള്ളികളാ, ചെറിയവരായിരിക്കാം, നീ തളർക്കെന്ന് പറഞ്ഞ് വായന പറയുമ്പോൾ ഇന്ന് രാത്രി ശത്രുവിനെ സ്വർഗം അവന്റെ തലയെ വെട്ടി മാറ്റട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അഹരോൻ കൊണ്ടുവന്ന വടി, ഹല്ലേലൂയ ആ വടിയുടെ പേര് മാത്രം അതിനകത്ത് പറയും. സ്തോത്രം. അഹരോൻ കൊണ്ടുവന്ന വടിയുടെ പേരെന്താണ്? ബദാമിന്റെ വടി. സ്തോത്രം. വേറെ പറന്ന് പുള്ളിയുടെയും വടിയുടെ പേരില്ല, പക്ഷെ അഹരോന്റെ വടിയുടെ പേര് മാത്രം എടുത്തു പറയുന്നു. നിന്നെ മാത്രം ദൈവം എടുത്തു പറയാം. 11 വടികളും അവിടെ പേരുകൾ ഏത് വൃക്ഷത്തിന്റെ വടി എന്ന് പറയാതിരിക്കുമ്പോൾ അഹരോനെ വളർച്ചയുള്ള നിന്റെ വടിയെ സ്വർഗം പറയുന്നു ബദാമിന്റെ വടിയാണ് അവന്റെ കയ്യിലുള്ളത്, ബദാമിന്റെ വടിയാ അവന്റെ കയ്യിലുള്ളത്. ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ ഒരിക്കലും ബദാമിന്റെ ഒരു വടി, ബദാമിന്റെ ഒരു കൊമ്പ് ഒരിക്കലും തീർക്കയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. ബദാം കാച്ച ബദാമിനെ അതിന്റെ വിത്തെടുത്ത് നിലത്ത് മണ്ണിൽ പാകിയാൽ മാത്രമേ അത് മുളച്ചു വന്ന് 5-6 വർഷം കഴിയുമ്പോൾ അത് പൂത്ത് ഫലം കഴിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നിങ്ങൾ 12 പേരും ചെന്നിട്ട് എന്ത് ചെയ്യണം?
ഓരോ വടി വെട്ടിക്കൊണ്ട് വേണം. ആ വടിയിൽ അവരവരുടെ പേരെഴുതി കൊണ്ടുപോകണം. അതിൽ തളിർക്കുകയും പൂക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്നതിന് അവരെ ഞാൻ തിരഞ്ഞെടുക്കും, അവരെ ഞാൻ അനുഗ്രഹിക്കും. ഇത് കേട്ടപാടെ അവരെല്ലാം ഓടി. അവർ ഓടിച്ചെന്ന് അതിൽ പെട്ടെന്ന് തളിർക്കുന്ന കമ്പുകളൊക്കെ വെട്ടിക്കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് തളിർക്കുന്ന കമ്പുകളേക്ക്, ഉണങ്ങിയ കമ്പുകളെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തളിർക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുമ്പോൾ വാഗ്ദത്തമുള്ള, അഭിഷേകമുള്ള, പ്രാർത്ഥനയുള്ള, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി കാണുവാൻ ബദാം വൃക്ഷത്തിന്റെ കൊമ്പിനെ വെട്ടിക്കൊടുത്തു. ലോകം പറയുന്നു ഈ ബദാമിന്റെ കൊമ്പ് ഒരിക്കലും തളിർക്കയില്ല, ഒരിക്കലും പൂക്കത്തില്ല, ഒരിക്കലും ഫലം വായിക്കയില്ല, പാഴകൾ ശൂന്യമെന്ന് കണ്ട ഇടത്ത് അവനറിയാം എന്നിലുണ്ടായാൽ ഒരിക്കലും തളിർക്കയില്ല എന്ന്, ഒരിക്കലും പൂക്കയില്ല എന്ന്, ഒരിക്കലും ഫലം കായ്ക്കയില്ല എന്ന് പറയുന്നിടത്ത് ബദാമിന്റെ കൊമ്പ് തളിർക്കും, ബദാമിന്റെ ഹല്ലേലൂയ കൊമ്പ് പൂക്കും, ബദാമിന്റെ ഹല്ലേലൂയ കൊമ്പ് ഫലമുണ്ടാകും. സ്തോത്രം, സ്തോത്രം. 12 പേരും കൂടെ ഓടിച്ചെന്ന് തളിർക്കുവാൻ പറ്റുന്ന വടികളെ വെട്ടിക്കൊണ്ട് വരുമ്പോൾ അവര് പറയുന്നു, രക്ഷപ്പെടുവാൻ, ശ്രദ്ധിക്കണേ, രക്ഷപ്പെടുവാൻ അഹരോനേ നിനക്ക് എല്ലാ അവസരം ഉണ്ടായിട്ടും നീ അതിനെ ഗണ്യമാക്കിയില്ലല്ലോ, മണ്ടനാണ് നീ. സ്തോത്രം. മണ്ടിയാണ് നീ, ബുദ്ധിയില്ലാത്തവരാണ്. 11 പേരായി ഞങ്ങൾ 11 വടികൾ, പെട്ടെന്ന് തളിർക്കുന്ന വടികളെ വെട്ടിക്കൊണ്ടുവന്നു. വേഗത്തെ ചില കാര്യങ്ങളൊക്കെ നടക്കും. നിന്റെ ജീവിതത്തിൽ 6-7 വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ചിലത് സംഭവിക്കൂ. അതിനും ചാൻസ് ഇല്ല. കാരണം നീ കമ്പാണ് വെട്ടിക്കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ബദാമിന്റെ ഒരു ഹല്ലേലൂയ ഫലമാണ് കൊണ്ടുവന്നെങ്കിൽ, ബദാമിന് വിത്താണ് കൊണ്ടുവന്നെങ്കിലും വിത്ത് നട്ടാലും 5, 6, 8, 9 വർഷം എടുക്കും. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് വീമ്പിളക്കിയ ഒരു സമൂഹമുണ്ട്. ഞങ്ങൾക്ക് ധനമുണ്ട്, ഞങ്ങൾക്ക് സമ്പത്തുണ്ട്, ഞങ്ങൾക്ക് വീടുണ്ട്, ഞങ്ങൾക്ക് വാഹനമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷേ കാഴ്ചയിൽ നിനക്ക് എന്തുണ്ട്? വെല്ലുവിളി നോക്കണമേ, വെല്ലുവിളി നോക്കണമേ. ഹല്ലേലൂയ. അഹരോൻ പറഞ്ഞു, എനിക്ക് ഒരു ഉണങ്ങിയ ബദാമിന്റെ വടിയാണ് എങ്കിലും അതിനെ ഹല്ലേലൂയ നടുന്നതും നനയ്ക്കുന്നതും വളരെ മറക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ അറിഞ്ഞത്. ആ ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത്. ഇന്ന് രാത്രി വളർച്ചയുടെ അനുഭവം നോക്കണേ. വളരുവാൻ നിനക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ദൈവം നിന്നെ വളർത്തും. മനുഷ്യനെ വളർത്തുകയില്ല, പുരോഹിതന്മാരെ വളർത്തുകയില്ല. യേശുവിന്റെ എന്തിനേറെ പറയുന്നു, യേശുവിന്റെ ശിഷ്യന്മാർ പോലും നിന്നെ വളർത്തുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിന്നെ വളർത്തുവാൻ പോകയാ. ഹല്ലേലൂയ. ദൈവം നിന്നെ തിരഞ്ഞെടുക്കുവാൻ പോകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേ വളരുവാൻ എത്ര പേർക്ക് തയ്യാറാണ്? ലോകം നിന്നെ ഹല്ലേലൂയ ആമേ മന്ദബുദ്ധി എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേ അവരോട് പറയുന്നു, നിങ്ങളുടെ കണ്ണിൽ ഞാൻ മന്ദബുദ്ധിയ, പക്ഷേ ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലേ ഞാൻ ജീവിക്കുന്നത്. ഇന്ന് രാത്രി കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു പറയുവാൻ കഴിയും. എന്റെ ബദാമിന്റെ കൊമ്പ്, എന്റെ ബദാമിന്റെ ഉണങ്ങിയ വടി ഹല്ലേലൂയ അത് തളിർക്കും, അത് പൂക്കും, ഫലം കായ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഒരിക്കലും ആമേ സ്തോത്രം തളിർക്കുവാൻ, ഒരിക്കലും പൂക്കുവാൻ, ഒരിക്കലും ഫലം കായ്ക്കുവാൻ ഒരു ചാൻസും ഇല്ല എന്ന ലോകം പറയുന്നിടത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം പറയുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഒറ്റ രാത്രി കൊണ്ട് ഹല്ലേലൂയ നിന്നെ സൗഖ്യമാക്കുവാൻ, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ, ഏത് വിഷയമാകട്ടെ, അത് കടബാധ്യതയാണോ, ഹല്ലേലൂയ ആരോഗ്യപരമായ വിഷയങ്ങളാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ, രോഗപരമായ വിഷയങ്ങളാണോ, ഏത് നീർന്ന വിഷയത്തെ ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കുവാൻ കഴിവുള്ള ദൈവം രാത്രി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രോമിസ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പ് നിങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുക. കുത്തിച്ചാൽ വിഷൻ 2025 ഈ ദേശം, നമ്മൾ പാർക്കുന്ന ദേശം അത് വരണ്ടിരിക്കുവാനല്ല,
തളർക്കണം, പൂക്കണം, ഫലം കായ്ക്കണം. ഫലവത്താകാതെ, ഫലം കായ്ക്കാതെ ഏതെങ്കിലും ഭവനത്തിനകത്ത് ആരെങ്കിലും കിടക്കുന്നുവെങ്കിൽ, നിഷ്ഫലമായി കിടക്കുന്നുവെങ്കിൽ, അവർക്ക് ഫലവത്തായ ജയകരമായ ഒരു ജീവിതം സ്വപ്നം കാണുകയല്ല, അത് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു വർഷത്തെ പ്രോജക്റ്റ് കുറ്റിച്ചൽ വിഷൻ 2025 പ്രാർത്ഥിക്കുക. കർത്താവ് വനിതകളെ ചെയ്യുവാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ദൈവം നിന്നെ തളർത്തുവാൻ പോകുക. ഹല്ലേലൂയ. തളർത്തുവാൻ, പകയ്ക്കുവാൻ നിൽക്കുന്ന പകയന്മാരുടെ കിടയിൽ അകപ്പെടുത്താതെ നിങ്ങൾ തളർക്കുവാൻ പോകുക. ഇന്ന് രാത്രി ഹല്ലേലൂയ, വർഷങ്ങൾ കൊണ്ട് സമയമെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ അവ ഫലം കായ്ക്കേണ്ട വിഷയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് സ്വർഗ്ഗം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതിനെ തളർത്ത് പൂത്ത് ഫലം കായ്ക്കുവാൻ ഇടയാക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് ഒറ്റ വാക്ക് മതി, ഒറ്റ രാത്രി മതി നിന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ. സ്തോത്രം, സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വടി ക്ഷണത്തിൽ പൊട്ടിക്കീർത്തതുപോലെ ശത്രുക്കൾ കാണെ നീ പൊട്ടിക്കേൾക്കുവാൻ പോകുന്നു. ഇന്ന് രാത്രി ഉണങ്ങിയ വടി ഒന്ന് പൊട്ടുകയാ. സാധനം പറഞ്ഞു ഹല്ലേലൂയ, ദുർബലമാക്കപ്പെട്ട വടി, ഉണങ്ങിയ വടി പൊട്ടി നശിച്ചു പോകുമെന്ന് പരന്നു പേരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വടി പൊട്ടിക്കേർത്തു. ഇന്ന് രാത്രി ഈ 2025 അത് പൊട്ടിക്കേൾക്കുവാൻ പോകുകയാ. അല്ലയോ വടിയേ, അല്ലയോ സഭലേ, അല്ലയോ സ്റ്റെഫിയേ, ഹല്ലേലൂയ, നിങ്ങൾ പൊട്ടിക്കേൾക്കുവാൻ പോകുകയാ. നിങ്ങൾ പൊട്ടിപ്പോകുമെന്ന്, നിങ്ങൾ തകർന്നു പോകുമെന്ന്, നിങ്ങൾ നശിച്ചു പോകുമെന്ന്, മണ്ണിന് വളവാകുമെന്ന്, തീക്ക് ചാമ്പലാകുമെന്ന് വിധി പറഞ്ഞിടത്ത് സ്വർഗ്ഗത്തെ പ്രവർത്തിക്കുവാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ദൈവം പറയുകയാ, പൊട്ടിക്കേൾക്കുവാൻ പോകുകയാ. ഇന്ന് രാത്രി പൊട്ടുവാൻ പോകുകയാ. നീ നാശത്തിന്റെ പൊട്ടലല്ല, അത്ഭുതത്തിന്റെ പൊട്ടൽ. അതിൽ കേൾക്കുവാൻ പോകുകയാ, കേൾക്കുവാൻ പോകുകയാ, പൂക്കുവാൻ പോകുകയാ, ഫലം കായ്ക്കുവാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. അതിനർത്ഥം നീ ആള് മാറിയവരെ പോലെ ആകാൻ പോകുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നീ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട. സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ ആള് മാറിയവനാകും. സ്തോത്രം. നിന്റെ ജീവിതം മാറും. പുതിയ വഴി, പുതിയ കാഴ്ച, പുതിയ നന്മ, പുതിയ അവസരങ്ങൾ, പുതിയ കൃപ, എല്ലാം പുതിയത്, പുതിയത്, പുതിയത്. പുതിയ ഹൃദയം തരികയാ. പഴയത് വേണ്ട കേട്ടോ. ഇനി പഴയത് വേണ്ട, പഴയതിന് പുറകെ പോകണ്ട. നീ ഒരു ആക്രിക്കാരിയല്ല, ആ വേസ്റ്റ് എടുക്കുന്നതല്ല, ആ തുരുമ്പെടുത്ത് എടുക്കുന്നതല്ല. പുതിയത്, പുതിയത്, പുതിയത്. സ്തോത്രം, ഹല്ലേലൂയ. എവിടെയാ അതിന്റെ പാർപ്പ്? പുതിയ പട്ടണമായിരിക്കുന്ന പുത്രരിശ്രേമി. എവിടെയാ വഴി? പുതിയ വഴി. എല്ലാം പുതിയത്, പുതിയത്, പുതിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ആള് മാറണം, നിന്റെ തലമുറ മാറണം, നിന്റെ കുടുംബം മാറണം, നിന്റെ സഭ ഒന്ന് ഹല്ലേലൂയ മാറണം. ഹല്ലേലൂയ. നിന്റെ ഇരിപ്പൊന്ന് മാറണം, നിന്റെ കിടപ്പ്, നടപ്പ് എല്ലാം ഒന്ന് മാറണം. ഇതൊരു മാറ്റത്തിന്റെ ഹല്ലേലൂയ കാഹളനാദം ഇന്ന് രാത്രി കേൾക്കുവാൻ പോകുക. ഒരു മാറ്റത്തിന്റെ പൊട്ടിക്കേൾപ്പ്, ഒരു മാറ്റത്തിന്റെ പൊട്ടിക്കേൾപ്പ് ഈ രാത്രി സംഭവിക്കുവാൻ പോകുക. കുറ്റിച്ചൽ ദേശത്ത് ഒരു മാറ്റത്തിന്റെ പൊട്ടിക്കേൾപ്പ്, ഹല്ലേലൂയ, ശബ്ദം ഞാൻ തിരിച്ചറിയാൻ പോകുകയാണ്. സ്തോത്രം. പ്രോമിസ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പിന്റെ ഒരു പൊട്ടിക്കേൾപ്പ്. സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്. പൊട്ടുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ചില ബന്ധങ്ങൾ പൊട്ടിപ്പോയെങ്കിൽ ഇന്ന് രാത്രി അത് പൂർവാധികം ശക്തിയോടുകൂടെ ആ ബന്ധങ്ങൾ യോജിക്കുവാൻ പോകുകയാണ്. വർഷങ്ങളെടുത്ത് കാണേണ്ട നന്മ ഒറ്റ ദിവസം കൊണ്ട് അഹരോൻ കണ്ടു. ആമേൻ. വർഷങ്ങളെടുത്ത് കാണേണ്ട നന്മ അഹരോൻ ഒറ്റ രാത്രി കൊണ്ട് 2025 അവസാനിക്കുന്ന മുന്നമേ അല്ല ആമേ സ്വപ്നം കാണുമാറ്. എങ്ങനെ? സ്വപ്നം കണ്ടതുപോലെ ചില അടയാളങ്ങൾ ദൈവം കൈമാറാൻ പോകും. ആമേൻ. ഇന്ന് രാത്രി ചില അടയാളങ്ങളുടെ കൈമാറ്റം നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണമേ. ആ സംഖ്യാപുസ്തകം 17:10 വായിച്ചാട്ടെ. ദൈവത്തിനൊരു അടയാളം അവിടെ പറയുന്നുണ്ട്. സംഖ്യ 17:10 വേഗം വായിച്ചാട്ടെ.
ഹല്ലേലൂയ. യഹോവ മോശയോട് അഹരോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിന് മുമ്പിൽ തിരികെ കൊണ്ടുവരിക. അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായുള്ള അവരുടെ പിറുപിറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കുമെന്ന് പറഞ്ഞു. ചിലരുടെ പിറുപിറുപ്പുകളെ ഇന്ന് രാത്രി നിർത്തലാക്കാൻ പോകുന്നു. അസൂയാലുക്കളുടെ ചില പിറുപിറുപ്പുകൾ നിങ്ങളെ കാണുമ്പോൾ ചില മുറവിറുപ്പുകൾ, ചില പിറുപിറുക്കൽ പുറം കൊണ്ട് ചിരിക്കുകയും ഹൃദയം കൊണ്ട് പണിയും ചെയ്തവർ, മുഖത്ത് പുഞ്ചിരിയും അകത്ത് പൽവരവരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ പിറുപിറുപ്പുകളെ സ്വർഗ്ഗം നിർത്തുവാൻ പോകുകയാ. അല്ലയോ മത്സരികളെ, ദൈവം ഒരു അടയാളമായി നിന്നെ മാറ്റുവാൻ പോകുന്നു. 11 പേര് നിന്നോട് മത്സരിച്ചു. മത്സരികൾക്ക് ഒരു അടയാളമായി സാക്ഷ്യ കൂടാരത്തിനകത്ത് അഹരോന്റെ വടി, തളർത്ത് പൂത്ത് ഫലം കായ്ച്ച വടി. ആമേൻ. മറ്റുള്ളവർക്ക് മാതൃകയായി ഒരു അടയാളമായി നിന്നിൽ ഉണ്ടാകുന്ന മാറ്റം ചിലരുടെ നാവ് അടയ്ക്കുവാൻ പോകയോ. അഹരോനെ, ഞങ്ങൾ വലിയവനായെന്ന് പറഞ്ഞ 12 നാവുകളെ 2025 ചിലരുടെ നാവുകളെ അടയ്ക്കുന്ന വർഷമോ. ദേശത്ത് അപമാനിക്കപ്പെട്ടവനായി, നിന്ദിക്കപ്പെട്ടവനായി, ഭാവിയായി വെറുക്കപ്പെട്ടവനായി അവൻ നിന്നൊരു ഗിലീഫ് മതി. മറ്റുള്ള നാവുകൾ അടച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അഹരോൻ ഗോത്രത്തിൽ, ലേവ്യ ഗോത്രത്തിൽ അഹരോനായി കണ്ടു എങ്കിൽ ഈ ദേശത്തിന്റെ കാവൽക്കാരനായി കുട്ടിച്ചലിന്റെ 14 വാർഡുകളിലും കുട്ടിച്ചലിന്റെ എല്ലാ പ്രദേശങ്ങളിലും അവൻ കിടക്കുന്ന, ചേവറേറ്റ് കിടക്കുന്ന, നിർജ്ജീവമായി കിടക്കുന്ന, ചാരമാകുവാൻ വിധിക്കപ്പെട്ട, മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്നവരുടെ ആ സുഹൃത്തുക്കളുടെ സഹോദരന്മാരുടെ അരികിലേക്ക് 2025 വിഷൻ 25 കുട്ടിച്ചൽ ഒരു വർഷത്തെ പ്രോജക്ട്. ആൾബലമില്ല, സാമ്പത്തികമില്ല, പക്ഷെ ഒരൊറ്റ ബലം സർവശക്ത ദൈവത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തെ ശരണപ്പെടുത്തിക്കൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാ. 2025 ജനുവരി മാസം, അത് തുടക്ക മാസത്തിൽ തന്നെ അയൽവക്കക്കാരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ബന്ധുക്കളാകട്ടെ, ചാർച്ചക്കാരാകട്ടെ, ദേശനിവാസികളാകട്ടെ, ഇവരോട് ഞാൻ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ദൈവം എന്നോട് സ്തോത്രം. അവിടെ എനിക്ക് മറുപടിയില്ല. ഇന്ന് രാത്രി മരിക്കുന്ന മുന്നേ കുട്ടിച്ചൽ പട്ടണത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പോ നീ എന്തിനാ ഇലക്ഷൻ മത്സരിക്കുന്നത്? സ്തോത്രം. 3-ാം വാർഡിനകത്ത് ഹല്ലേലൂയ മത്സരിച്ച വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പേര് ആർക്കും നേരെ അറിയത്തില്ല. ഗിലീഫ് എന്ന് പറഞ്ഞാൽ അത് ആർക്കും അറിയില്ല. അത് വേറെ പല വിളിക്കും. പക്ഷേ ഇവിടെ വലിയ കട്ടൗട്ടും ഫ്ലക്സൊക്കെ വന്നപ്പോൾ എന്റെ പേര് എല്ലാവരും അറിഞ്ഞു. ആദ്യത്തെ ഹല്ലേലൂയ 3-ാം വാർഡിലെ എല്ലാ വീടുകളിലും എത്താൻ 20 ദിവസം എടുത്തു. അവസാന സമയം ഒറ്റ ദിവസം കൊണ്ട് എല്ലാ വീടുകളും എത്തി. ഞങ്ങൾ കുടുംബമായി തന്നെ എല്ലായിടത്തും എത്തി. ഹല്ലേലൂയ. എല്ലാവരും ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. ഹല്ലേലൂയ. ഒത്തിരി പേർ കളിയാക്കി. ഹല്ലേലൂയ. അവർക്കറിയത്തില്ല ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു കാരണമുണ്ട് എന്ന്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, ഒരു ദിവസം 20 ദിവസം കൊണ്ട് ഹല്ലേലൂയ ഒരു വാർഡ് കറങ്ങിയ എനിക്ക് ഹല്ലേലൂയ അവസാന ദിവസം ഒറ്റ ദിവസം കൊണ്ട് എല്ലാ അംഗങ്ങളെ കാണുവാൻ തക്കവണ്ണം ഒരു ഭാഗ്യം ലഭിച്ചുവെങ്കിൽ ഒരു വർഷത്തെ പ്രോജക്ട് കുട്ടിച്ചിന്റെ 14 വാർഡുകളിൽ ദൈവത്തിന്റെ സുവിശേഷമായി സദ്വർത്തമാനമായി നിങ്ങളുടെ അരികിലേക്ക് ഹല്ലേലൂയ ആമേൻ ഞങ്ങൾ കടന്നുവരികയാ. സ്തോത്രം. കുട്ടിച്ചൽ ഹല്ലേലൂയ സ്തോത്രം. തന്റെ ഇടത്തോടുകൂടി, സാക്ഷ്യമുള്ളത്തോടുകൂടെ, അനുഭവത്തോടുകൂടെ നിന്നുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരുമായി ഞങ്ങൾ വരികയാ. സ്തോത്രം. ആമേൻ. ഈ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. സഭാഭേദമെന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് ഗിലീഫേ നീ
ഹല്ലേലൂയ ഈ രാത്രിയത്തെ ആരാധന വെച്ചത്. ഹല്ലേലൂയ പകൽ ഒത്തിരി ആരാധന നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു ചർച്ച സ്ഥാപിക്കുകയോ ഒരു മിനിസ്റ്റർ സ്ഥാപിക്കുകയോ ചെയ്താൽ സഭകളിൽ നിന്ന് ആളുടെ എണ്ണം കുറയും. അത് എനിക്ക് ഇഷ്ടമല്ല. ഹല്ലേലൂയ. പിന്നെയോ രാത്രിയിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഹല്ലേലൂയ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഈ സന്ദേശങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കുറ്റിച്ചെന്ന പട്ടണം ദൈവത്താൽ പിടിക്കപ്പെടുവാൻ പോകുകയാണ്. സ്തോത്രം. കുറ്റിച്ചലിന്റെ പേര് നമ്മുടെ പേരിൽ അറിയപ്പെടട്ടെ. ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ മണ്ണോട് മണ്ണ് അലിഞ്ഞു ചേർന്നാലും ലേവ്യ ഗോത്രത്തിലെ അഹരോന്റെ വടി മറ്റുള്ളവർക്ക് കൗതുകമായി അടയാളമായി എല്ലാവർക്കും പറയുവാൻ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുവാൻ സർവശക്തനെ സഹായിക്കുമാറാകട്ടെ. ഇന്ത്യയുടെ അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലും വിദേശത്തും സ്വദേശത്തും ഒരുപോലെ കുറ്റിയുടെ പ്രദേശം അറിയപ്പെടുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കുമാറാകട്ടെ. നല്ല പാട്ടുകാരുള്ള ദേശം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ക്രിസ്ത്യ കോളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല പാട്ടുകൾ പാടുന്ന വിദ്യപോൾ. സ്തോത്രം. കുറ്റിച്ചൽ. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ ഗൾഫിലും എല്ലായിടത്തും പോയി നിച്ചൽ പോയി കുറ്റിച്ചൽ. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കുറ്റിച്ചലിന്റെ യശസ് ഒരു യൂണിവേഴ്സൽ ക്ലബിലൂടെ ഹല്ലേലൂയ ലോകം അറിയപ്പെട്ടുവെങ്കിൽ, കേരളം അറിയപ്പെട്ടുവെങ്കിൽ അതിനേക്കാൾ അപ്പുറമായി ഹല്ലേലൂയ മുഴു ലോകത്തേക്കാളും വിലയേറിയ സർവശക്തനായ ദൈവത്തിന്റെ സന്ദേശം എല്ലാ ഭാഗങ്ങളിലും എത്തുവാൻ സ്വർഗ്ഗമിടയാക്കുമാറാകട്ടെ. ഇവിടെ നോക്കണമേ. ഹല്ലേലൂയ മത്സരികൾക്ക് ഒരു അടയാളമായി മാറുവാൻ അഹരോനെ നിർത്തുവാൻ യാത്രന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു വർദ്ധനവിന്റെ സമയമാണ്. ഇതൊരു വർദ്ധനവിന്റെ സമയമാണ്. മത്സരിക്കുന്ന 11 എണ്ണത്തിന്റെയും വായ് അടഞ്ഞുപോയി. 11 എണ്ണത്തിൽ കണക്കൂട്ടലുകളൊക്കെ ദൈവം തെറ്റിച്ചു. ഇന്ന് രാത്രി ദൈവത്തിലെ വാഗ്ദത്തമുള്ളവരെ തകർക്കുവാൻ ഒരു കൂട്ടം പേർ നോക്കുമ്പോൾ അവിടെ മുമ്പിൽ ഫലം കായ്ക്കുവാൻ യാത്രന്നു. നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ തലമുറയുടെ കയ്യിൽ എന്തുണ്ട്? സ്തോത്രം. 5 അപ്പവും 2 മീനും അല്ലാതെ ഒന്നുമില്ല. നിസ്സാരമായത് 3 ദിവസമായത്, പഴകിപ്പോയത്, പുളിച്ചുപോയത്, പുളിച്ച അപ്പവും വളിച്ച മീനും. ഹല്ലേലൂയ. നിന്നെ ഭക്ഷിക്കുന്നവരെല്ലാം തുപ്പിക്കളയും. ആർക്കും ഇതിന് ഇഷ്ടമല്ല. പക്ഷേ യേശുവിന്റെ അരികിലാണോ നീ വരുന്നത്? യേശുവാണോ നിന്നെ വിളിച്ചത്? നിന്റെ നാറുന്ന ജീവിതത്തെ ദൈവം മാറ്റി. അഹരോനെ, ലേവ്യ ഗോത്രത്തിലെ അഹരോനെ, നിന്റെ വടി തളിർക്കുവാൻ പോകുന്നു. നിന്റെ വടി പൂക്കുവാൻ പോകുന്നു. നിന്റെ വടി ഓ ഹല്ലേലൂയ ഫലം കായ്ക്കുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. എന്തുകൊണ്ടെന്ന് അറിയാമോ? ദൈവത്തിന്റെ കൈവെപ്പ് നിനക്ക് ലഭിച്ചത് കൊണ്ട്. നമ്മുടെ കുറിവാക്യം മത്തായി 19:19 അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാരോ അവനെ വിലക്കി. ഇന്ന് രാത്രി ശിഷ്യന്മാർ വിലക്കുന്നുവെങ്കിലും ഹല്ലേലൂയ ശൈശവ അവസ്ഥയിൽ ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ പോലെ അമ്മയും അപ്പനും പറയുന്ന വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് ഹല്ലേലൂയ പ്രാർത്ഥനയുടെ അനുഗ്രഹം, പ്രാർത്ഥനയുടെ കൈവപ്പ് ലഭിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ യോഗ്യതയുള്ളവളായി യേശുവിന്റെ അരികിലേക്ക് ഇന്ന് രാത്രി വരികയാണ് എങ്കിൽ നീ വെറുതെയോടെ പോകത്തില്ല. അവരവരെ ഒറ്റ രാത്രി കൊണ്ട് നീ തളിർത്തു പൂത്തു ഫലം കായ്ച്ചതുപോലെ ഇന്ന് രാത്രിയിൽ നീ സാക്ഷ്യകൂടാരത്തിനകത്ത് ഒരു അടയാളമായി നിൽക്കുന്നു. 11 പേരുടെ വടികൾ പുറത്തു വലിച്ചെറിയപ്പെട്ടപ്പോൾ മറ്റുള്ളവർക്ക് കാണുവാൻ കൗതുകമാകുന്ന രീതിയിൽ സാക്ഷ്യകൂടാരത്തിനകത്ത് ആ വടി ഇന്നുമുണ്ട്. യുഗായുഗങ്ങളായി ആ വടി ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് പറയുക, നീ നശിച്ചു പോകയില്ല. നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. നശിച്ചു കാണുവാൻ 11 പേർ ആഗ്രഹിച്ചെടുത്ത് 11 ഗോത്രത്തിലെ 11 പേർ ഒരുമിച്ച് ഗോത്രത്തലവന്മാർ ഒരുമിച്ച് കാത്തിരുന്നപ്പോൾ അഹരോന്റെ വടി
തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു. എല്ലാ കഴിവും അടഞ്ഞാട്ടെ ഇന്ന് രാത്രി, എല്ലാ കഴിവും അടഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദുർബലനല്ല കേട്ടോ, നീ നിസാരല്ല കേട്ടോ. നീ ദൈവപ്രവൃത്തി നടക്കുവാൻ പോകുകയാ. നിന്നിലൂടെ ഹല്ലേലൂയ ദൈവ ചൈതന്യം അറിയുവാൻ പോകുകയാ. നിന്നിലൂടെ തേജസ്സിന്റെ പ്രകാശം ഹല്ലേലൂയ അവൻ ദേശത്തെ പ്രകാശം പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം നീ ഒരുത്തൻ മതി. ഹല്ലേലൂയ ചെറിയവൻ 1000 പേരായി മാറുകയാ. ഹല്ലേലൂയ ഇന്ന് ദേശത്ത് ബലഹീനണ്ടാകുകയില്ല. ബലവാനായ ദൈവത്തിന്റെ ബലം നീ ധരിച്ചുകൊണ്ട് നീ പുറപ്പെടുവാൻ തയ്യാറാകുക. ഇന്ന് രാത്രി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ആ ചെറിയ ബദാം വടി പ്രവർത്തിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവ പ്രവർത്തിക്ക് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കളിമണഞ്ഞാട്ടെ. പ്രതിപക്ഷം പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല രാത്രി നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് വൈകിയ വേളയിലും ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുവാൻ പിതാവ് നൽകിയ അവസരങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ അവരുടെ ശൈശവ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് ഒരു പക്വതയുള്ളവരായി തീരുവാൻ സഹായിക്കുമാറാകണമേ. മാതാപിതാക്കൾ അവിടെ അല്ലിയ മക്കളെയും കൂട്ടി യേശു ഇരിക്കുന്നിടത്തെ കൊണ്ടുവന്ന് അല്ലിയ പ്രാർത്ഥിച്ച് കൈവച്ച് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം കൊണ്ടുവന്നതുപോലെ ഞങ്ങളുടെ വിഷയങ്ങളെ കപ്പലിടുക, അപ്പരത് വാഴ്ത്തി നുറുക്കി തരേണ്ടതിന് കർത്താവെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെ അപ്പനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വിഷയങ്ങളെല്ലാം അപ്പന്റെ വിഷയങ്ങളാക്കി മാറ്റണം. ഒറ്റ രാത്രി കൊണ്ട് കർത്താവെ 6, 8, 10, 50 വർഷം കൊണ്ടല്ല, ഒറ്റ രാത്രി കൊണ്ട് അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടതിന് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രവിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അനുഗ്രഹമായി സ്തോത്രം യേശു നാമത്തിൽ പിതാവേ, ആമേൻ.